അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദീനിൽ ഒരു പ്രത്യേക ദിവസത്തെ, പ്രത്യേക സമയത്തെ, അത് പ്രത്യേകതയുള്ള ദിവസമാണ്, ഒരു പ്രത്യേകതയുള്ള സമയമാണ് എന്ന് പറയേണ്ടത് ശറഅൻ. ദീനിൽ അള്ളാഹുവും റസൂലും പ്രത്യേകത പറഞ്ഞതിനെ പ്രത്യേകതയുള്ളൂ, എല്ലാത്തിനും പ്രത്യേകതയില്ല. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമുള്ള ദിവസമാണോ? അതെ. ഹദീസിൽ വ്യക്തമായിട്ട് വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠത വന്നിട്ടുണ്ട്. ആ രൂപത്തിൽ ഖുർആനും ഹദീസും പ്രത്യേകമാക്കിയ സമയങ്ങൾക്കും ദിവസങ്ങൾക്കും മാത്രമേ പ്രത്യേകതയുള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒരു ദിവസത്തിന് പ്രത്യേകത കൽപ്പിക്കുകയും ആ ദിവസത്തെ പ്രത്യേക ഒരു ദിവസമായി കാണുകയും ചെയ്യാവോ? ഇല്ല, ഇല്ല. ശറഇൽ അത് അനുവാദമില്ല. ഒരു ഖുസൂസിയത്ത് ഏതെങ്കിലും ഒരു ദിവസത്തിന് നൽകൽ പറ്റില്ല. റബീഉൽ അവ്വൽ 12 പ്രത്യേകമായ പുണ്യമുള്ള ശ്രേഷ്ഠമായ ഒരു ദിവസമായിട്ട് ശറഅ് പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഏതെങ്കിലും ഒരു ഹദീസ് ഉണ്ടോ റബീഉൽ അവ്വൽ 12 പുണ്യമായ ദിവസമാണ്, അതിന് ഇന്ന അമലുകളൊക്കെ ശ്രേഷ്ഠമാണ് എന്ന ഹദീസ് ഉണ്ടോ? ഇല്ല. അള്ളാഹു റസൂൽ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. സഹാബാക്കൾ ഇല്ല. അതേ സ്ഥാനത്ത് മുഹറം 10 ശ്രേഷ്ഠമുള്ള ദിവസമാണോ? അതെ. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. മുഹറം. ദുൽഹിജ്ജ ആദ്യത്തെ 10 ശ്രേഷ്ഠതയുള്ളതാണോ? അതെ. എന്താ തെളിവ്? ഹദീസിൽ ഉണ്ട്. റമദാൻ അവസാനത്തെ 10 പ്രത്യേകതയുണ്ടോ? ഉണ്ട്. അതിൽ ഒറ്റയിട്ട രാവുകൾക്ക് പ്രത്യേകതയുണ്ടോ? ഉണ്ട്. എന്താ തെളിവ്? ഹദീസിൽ ഉണ്ട്. പെരുന്നാൾ അന്നത്തെ ദിവസം പ്രത്യേകതയുണ്ടോ? ഉണ്ട്. അന്ന് ആഘോഷിക്കേണ്ട ദിവസമാണ്. എന്താ തെളിവ്? ഹദീസ്. അയ്യാമുത്ത് തശ്രീഖ് ബലിപെരുന്നാളിന്റെ ശേഷം 3 ദിവസങ്ങൾ, അതിന് പ്രത്യേകതയുണ്ടോ? ഉണ്ട്. തെളിവ്? ഹദീസ്. റബീഉൽ അവ്വൽ 12 അന്നൊരു പ്രത്യേക ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കണോ? എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല, ഇല്ല. അപ്പം പ്രത്യേകമായൊരു ദിവസത്തെ അതിന് പുണ്യമുണ്ടെന്ന് കൽപ്പിക്കുകയും പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കുകയും അതിനൊരു പ്രത്യേകത കാണുകയും എല്ലാ വർഷവും ആ ഒരു പ്രത്യേക ദിവസത്തെ പ്രത്യേക ആചാരങ്ങൾ കൊണ്ടും പ്രത്യേക അനുഷ്ഠാനങ്ങൾ കൊണ്ടും പ്രത്യേകമാക്കുക ബിദ്അത്താണ്, ബിദ്അത്താണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റബീഉൽ അവ്വൽ 12 ആഘോഷം ബിദ്അത്താണ്. കാരണം അള്ളാഹുവിന്റെ റസൂല് പ്രത്യേകമാക്കാത്തൊരു ദിവസത്തെ എല്ലാ വർഷവും ഒരു പ്രത്യേകത നൽകിക്കൊണ്ട് കൊണ്ടാടലാണ്, ബിദ്അത്താണ്. ദീനിൽ പാടില്ല. നമ്മള് വെറുതെ പറയുന്നല്ല. ഓ ബിദ്അത്താണ് ബിദ്അത്താണ് എന്ന് പറയുന്ന വഹാബികള്, നമ്മള് വെറുതെ പറയുന്നല്ല. ദീനാണിത്, ദീനാണിത്. ദീനിലൊരു പ്രത്യേക ദിവസത്തിന്, വെള്ളിയാഴ്ച ദിവസം കുളിച്ചു മാറ്റി ഒരുങ്ങി നേരത്തെ കാലത്തെ പള്ളിയിൽ പോയി. എന്താണ് ഇങ്ങനെയൊക്കെ? എല്ലാ ദിവസവും ഇങ്ങനെയില്ലല്ലോ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, പ്രത്യേകം കുളിക്കാൻ അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, അത്ര തേക്കാൻ അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, നേരത്തെ പള്ളിയിൽ പോവാൻ അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോകുന്നു. ഖലാസ്. എന്താണ് തിങ്കളാഴ്ച വ്യാഴാഴ്ച മാത്രം സ്ഥിരമായിട്ടൊരു നോമ്പ്? എന്താ ബുധനും ചൊവ്വയൊന്നും എടുക്കുന്ന കാണുന്നില്ലല്ലോ. വ്യാഴവും തിങ്കളും പ്രത്യേകമായിട്ട് നോമ്പ് നോക്കാൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് മുഹറം 10 9 10 ഒരു നോമ്പ്? അതെന്താണ്? റജബ് 9 10 ഒരു നോമ്പില്ലാത്ത? മുഹറം 9 10 അള്ളാഹുവിന്റെ റസൂൽ സുന്നത്തായിട്ട് നോമ്പ് നോക്കാൻ പഠിപ്പിച്ചു. അതെന്താണ്? ദുൽഹിജ്ജ 9 ഒരു നോമ്പ്. എന്താ? മുഹറനോ ദുൽഹിജ്ജ കഴിഞ്ഞ് ദുൽഖഅദ 9 ഒരു നോമ്പില്ലാത്ത? ദുൽഹിജ്ജ 9 നോമ്പ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ ചെയ്യും. നോക്കി, ദുൽഹിജ്ജ 9 നോമ്പുണ്ട്, മുഹറം 9 നോമ്പുണ്ട്. അതുകൊണ്ട് റജബ് 9 നോമ്പ് നോക്കണം, പുണ്യമാണ്. കാരണം മുഹറം 9 10 നോമ്പില്ലേ. അതുകൊണ്ട് സഫർ 9 10 നോമ്പ് നോക്കണം, മുഹറം 9 10 നോമ്പില്ലേ. പറ്റോ? ഇല്ല. എന്തുകൊണ്ട് സഫർ 9 10 നോമ്പിൽ പ്രത്യേകതയില്ല? അള്ളാഹു റസൂല് പഠിപ്പിച്ചിട്ടില്ല, കാണിച്ചിട്ടില്ല. അള്ളാഹു റസൂൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് സഫർ 9 10 പ്രത്യേക നോമ്പില്ല. നോക്കിയേ,
നബിയുടെ മദ്ഹ് പറയലല്ലേ? റബീഉൽ അവ്വൽ 12 മദ്ഹ് പറഞ്ഞൂടെ? മദ്ഹ് എപ്പോഴും പറയാം. നബിയുടെ ജന്മത്തിലും അല്ലെങ്കിൽ നബി അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് എന്നതിലും എപ്പോഴും സന്തോഷിക്കണ്ടേ? എപ്പോഴും സന്തോഷിക്കണം, എപ്പോഴും. അതിന് റബീഉൽ അവ്വൽ 12 കാത്തിരുന്ന് ആ ഒരു ദിവസത്തിൽ നബി ജനിച്ചു എന്ന പേര് കൊടുത്ത് ആ പേരിൽ പ്രത്യേകമായ ഒരു ആഘോഷമായിട്ട് ആ ദിവസത്തിന്റെ പ്രത്യേകത കൽപ്പിച്ച് എത്രത്തോളം ലൈലത്തുൽ ഖദ്റിനേക്കാൾ ശ്രേഷ്ഠമാണ് റബീഉൽ അവ്വൽ 12 അന്നത്തെ ദിവസം. ഇതിനേക്കാൾ വലിയ ഒരു തഖ്സീസ് എന്തേ? ലൈലത്തുൽ ഖദ്റിന്റെ ആയത്തിറങ്ങിയിട്ട് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന ആയത്തിറങ്ങിയപ്പോൾ അല്ലാഹു റസൂലിന് പറയായിരുന്നില്ലേ ഈ ദിവസത്തിനേക്കാൾ ശ്രേഷ്ഠത? എന്തിന്? സഹാബാക്കൾക്ക് ചർച്ച ചെയ്യായിരുന്നില്ലേ ആയത്ത് പറഞ്ഞപ്പോ? ഇതിനേക്കാൾ ശ്രേഷ്ഠത അല്ലാഹു റസൂലിന്റെ ജന്മദിനത്തിന്റെ ദിവസത്തിലാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമായിട്ട് ഇതിനെ കാണണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല. നമ്മൾ നിങ്ങളോട് പറയുന്നത് ദീനാണ്. തെളിവടിസ്ഥാനത്തിലെ ദീന് നിലനിൽക്കുകയുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയതോ നല്ലതായി തോന്നിയോ അതൊന്നല്ല ദീൻ. ദീൻ മാ ഖാല അല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ്. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ജീവിച്ച സഹാബാക്കൾ കാണിച്ചു തന്നതും ആണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.